ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുപ്രധാനമായ ചില വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അതായത് പോർട്ടുകൾ അവർ ഒഫീഷ്യലായി കൊണ്ട് പ്രഖ്യാപിച്ചിരുന്നു. ടോപ്പ് സീഡിലാണ് ബ്രസീലും അർജൻറ്റീനയും ഒക്കെ വരുന്നത്. ഏതായാലും ആ ഒരു പോർട്ട് 1 നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആതിഥേയരായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നിവരൊക്കെ പോർട്ട് 1 വരിക. പിന്നീട് സ്പെയിൻ, അർജന്റീന, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ബ്രസീൽ, പോർച്ചുഗൽ, നെതർലൻഡ്സ്, ബെൽജിയം, ജർമ്മനി എന്നിവരാണ് വരുന്നത്. അതായത് ഫിഫ റാങ്കിങ്ങിൽ ആദ്യ 10 സ്ഥാനങ്ങളിൽ ഉള്ളവരാണ് ഫസ്റ്റ് പോർട്ടിൽ വരുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഫിഫ റാങ്കിങ്ങിൽ ടോപ്പ് 10 വന്നതുകൊണ്ട് തന്നെ ടോപ്പ് സീഡിലാണ് ബ്രസീൽ വരുന്നത്. അതായത് ഫിഫ റാങ്കിങ്ങിൽ ആദ്യ 10 സ്ഥാനങ്ങളിൽ ഉള്ളവരെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ബ്രസീലിന് നേരിടേണ്ടി വരില്ല. അത് അർജന്റീനക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഫിഫ റാങ്കിങ്ങിൽ ടോപ്പ് 4 ഇടം ലഭിക്കാത്തത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നോക്കൌട്ട് സ്റ്റേജിൽ തുടക്കഘട്ടത്തിൽ തന്നെ ബ്രസീലിന് ഏതെങ്കിലുമൊക്കെ ഒരു കരുത്തരായ എതിരാളികളെ അവിടെ ലഭിക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഒരു സാധ്യത അവിടെ അവശേഷിക്കുന്നുണ്ട്. അതായത് നോക്കൌട്ട് സ്റ്റേജ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാവില്ല. ഏതെങ്കിലും ഒരു കരുത്തർക്കെതിരെ നോക്കൌട്ട് സ്റ്റേജിന്റെ തുടക്കത്തിൽ തന്നെ ബ്രസീലിന് കളിക്കേണ്ടി വന്നേക്കും. അത്തരത്തിലുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. എന്നാൽ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ടോപ്പ് 4 വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ്. അതായത് അർജന്റീനയും സ്പെയിനും ഗ്രൂപ്പ് ജേതാക്കളായി എന്ന് കരുതുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഫൈനൽസിന് മുന്നേ ഇരുവർക്കും പരസ്പരം ഏറ്റുമുട്ടേണ്ടി വരില്ല എന്നുള്ളതാണ്. ഫിഫ റാങ്കിങ്ങിൽ ആദ്യ 4 സ്ഥാനങ്ങളിൽ ഉള്ള ടീമുകളാണ് അർജന്റീനയും സ്പെയിനും ഫ്രാൻസും ഇംഗ്ലണ്ടും. ഈ 4 ടീമുകളും അവരവരുടെ ഗ്രൂപ്പുകളിൽ ജേതാക്കളായി കഴിഞ്ഞാൽ ഒരിക്കലും സെമി ഫൈനലിന് മുന്നേ ഈ ടീമുകൾക്ക് പരസ്പരം ഏറ്റുമുട്ടേണ്ടി വരില്ല. അതാണ് ഫിഫ റാങ്കിങ്ങിൽ ടോപ്പ് 4 വരുന്നത് കൊണ്ടുള്ള ഒരു ഗുണം. കരുത്തുറ്റ ടീമുകളെ ഈ ഒരു നോക്കൌട്ട് സ്റ്റേജിന്റെ തുടക്കത്തിൽ ഒഴിവാക്കാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ്. പക്ഷെ ഗ്രൂപ്പിൽ അവർക്ക് ജേതാക്കളാവേണ്ടതുണ്ട്. ഏതായാലും ടോപ്പ് 4 വരുന്ന ടീമുകൾക്ക് ഒരൽപ്പം കൂടി നോക്കൌട്ട് സ്റ്റേജ് എളുപ്പമായിരിക്കും. എന്നാൽ ബാക്കിയുള്ള ടീമുകളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അങ്ങനെയാവില്ല എന്നാണ് ഈ പോസിബിലിറ്റികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമായി വീണ്ടും കാണാം.